സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഒട്ടകങ്ങൾ, നല്ല സ്വർണ്ണപ്പാളി വിരിച്ചതുപോലെ കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ, തരിശു ഭൂമികൾ, ഒരിറ്റു വെള്ളമില്ലാതെ വിണ്ട് കീറിക്കിടക്കുന്ന തരിശു ഭൂമികൾ, ഈത്തപ്പനകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഓടിയെത്തുന്നത്. എന്നാൽ യൂറോപ്പിനെ പോലെ മഞ്ഞ് പുതച്ചു കിടക്കുന്ന സൗദി അറേബ്യ എന്നുള്ളൊരു സങ്കല്പം നമ്മൾക്ക് സങ്കല്പത്തിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തും ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾക്കും പേരുകേട്ട രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയും ഖത്തറും ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ടായ പെട്ടെന്നുള്ള മഞ്ഞു വീഴ്ച, അതാണ് സൗദി അറേബ്യയുടെ വടക്കൻ പർവ്വത പ്രദേശങ്ങളും ഖത്തറിൻ്റെ ചില ഭാഗങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തബൂക്ക് പ്രവിശ്യയിലെ പർവ്വതങ്ങൾ മഞ്ഞുവീഴ്ച കാരണം ഇപ്പോൾ ഒരു മഞ്ഞു ലോകം പോലെയാണ് കാണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. തബൂക്ക് ട്രോജന ഹെർലാൻഡ്സ് ആകർഷണ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൗദി അറേബ്യയിലെ തബൂക്ക് പ്രവിശ്യയിലുള്ള പ്രശസ്തമായിട്ടുള്ള ജബൽ അൽ ലൂസ് ബദാം പർവ്വതം കനത്ത മഞ്ഞുവീഴ്ചയിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങൾ മഞ്ഞു മൂടിയ നിലയിലാണ്. ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പലരും അവയെ AI സൃഷ്ടിച്ച ഫോട്ടോകൾ എന്ന് വിളിക്കുന്നു. എന്നിരുന്നാലും ചിത്രങ്ങൾ യാഥാർത്ഥ്യമാണ്. അവിടുത്തെ താപനില 0-നും താഴെയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഞ്ഞ് വീഴ്ച വളരെയധികം ഗംഭീരമായിട്ടാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ ആ പ്രദേശങ്ങളുള്ളത്. ഖത്തറിനെയും മഞ്ഞ് വീഴ്ച ബാധിക്കുന്നു എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.